അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾ സദ്യയുടെ കൂടെ കൈതച്ചക്ക പച്ചടി കഴിച്ചിട്ടുണ്ടോ? അപ്പോൾ ഇച്ചിരി എരിവും കുറച്ച് മധുരമൊക്കെ ആയിട്ട് കൈതച്ചക്ക പച്ചടി എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമല്ലോ അല്ലേ? കൈതച്ചക്ക പച്ചടി കൂടാതെ ബീട്രൂട്ട് പച്ചടി, കുമ്പളങ്ങ പച്ചടി, ഇഞ്ചി പച്ചടി, അങ്ങനെ പല വിധത്തിലുള്ള പച്ചടികൾ നമ്മൾ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഓൾ ടൈം ഫേവറേറ്റ് കൈതച്ചക്ക പച്ചടിയാണ്. പച്ചടിയും എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് തന്നെയാണ്. അപ്പോൾ വിഷുവിൻ്റെ അന്നാണ് ഞാൻ കൈതച്ചക്ക പച്ചടി ഉണ്ടാക്കിയത്. ആദ്യം തന്നെ ടൗണിൽ പോയി ഒരു മീഡിയം വലിപ്പമുള്ള കൈതച്ചക്ക വാങ്ങിച്ചു. അപ്പോൾ കൈതച്ചക്ക ആദ്യം തന്നെ തോലൊക്കെ കളഞ്ഞ് ചെത്തിക്കളഞ്ഞ് കഴുകി വയ്ക്കുക. അതിൻ്റെ ആണിയൊക്കെ കത്തികൊണ്ട് ഇളക്കിക്കളഞ്ഞ് ഒന്നുകൂടെ കഴുകി വട്ടത്തിലരിഞ്ഞ് വയ്ക്കുക. അങ്ങനെ വട്ടത്തിലരിഞ്ഞത് ഇച്ചിരി പഞ്ചസാരയൊക്കെ കൂട്ടി തന്നാൽ വളരെ ടേസ്റ്റാണ്. ഇപ്പോൾ ഇച്ചിരി ഫ്രിഡ്ജിലും കൂടെ വെച്ച് കഴിക്കുകയാണെങ്കിൽ, ഫ്രീസ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ, തണുത്തിട്ട് കഴിക്കുകയാണെങ്കിൽ വേറെ തന്നെ ഒരു ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ കൈതച്ചക്ക പച്ചടി എങ്ങനെ ഉണ്ടാക്കുക നമുക്ക് നോക്കാം. അപ്പോൾ കൈതച്ചക്കയുടെ കാൽഭാഗം വേറെ തന്നെ ചെറുതായി അരിഞ്ഞത് മിക്സിയിലിട്ട് പേസ്റ്റാക്കി വേറെ തന്നെ മാറ്റി വയ്ക്കുക. ബാക്കി മുക്കാൽ ഭാഗം കൈതച്ചക്ക ചെറുതായി അരിഞ്ഞത് കഴുകിയെടുത്ത് അതിൽ 2 പച്ചമുളക് നടുകെ കീറിയതും, ഒരു 3 കപ്പ് വെള്ളവും, 2 ടീസ്പൂൺ പഞ്ചസാരയും, ഒരു 1/4 ടീസ്പൂൺ ഉപ്പും ഇട്ട് ഇതൊക്കെ ചേർത്ത് വേവിക്കണം. ഇതിൽ കഴുകിയ കുറച്ച് കറിവേപ്പിലയും ചേർക്കുക. അതുകൂടാതെ നമ്മൾ മിക്സിയിലിട്ട് പേസ്റ്റാക്കിയ കാഭാഗം കൈതച്ചക്ക മിക്സിയിലിട്ട് പേസ്റ്റാക്കിയത് അതുകൂടെ ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് ഒരു 15 മിനിറ്റ് വേവാൻ വയ്ക്കുക. ഇനി നമുക്ക് വേണ്ടത് അരമുറി തേങ്ങ ചിരകിയതിൽ 1 ടീസ്പൂൺ നല്ല ജീരകം, 1.5 ടീസ്പൂൺ കടുക് എന്നിവയാണ്. ഇവ ഒരു 1/4 കപ്പ് വെള്ളമൊഴിച്ച് അരച്ച് 15 മിനിറ്റ് വേവിച്ചതിലിടുക. നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തിള വന്നതിന് ശേഷം ഒരണി വെല്ലം കഴുകിയതും, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് ഒരു 10 മിനിറ്റ് വേവിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ശേഷം ഒരു പാക്കറ്റ് പുളിയുള്ള തൈര് പോരുക, ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് താളിച്ചത് ചേർക്കണം. കായമുളക്, ഒരു 3-4 കായമുളക്, അതുകൂടാതെ കുറച്ച് കടുകും ചേർത്ത് വെളിച്ചെണ്ണയിലിട്ടിട്ട് നല്ലോണം താളിക്കുക. ആ താളിച്ചത് നേരെ നമ്മുടെ വെന്ത് വന്ന ഈ കൈതച്ചക്ക പച്ചടിയിൽ ഇട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ച് കറുത്ത മുന്തിരിയും നമുക്ക് ചേർക്കാം. അപ്പോൾ നമ്മുടെ കൈതച്ചക്ക പച്ചടി റെഡി ആയിട്ടുണ്ട്. തണിയാൻ വെച്ചതിന് ശേഷം നമുക്ക് കഴിക്കാം.